CPM പാളയത്തിലേക്ക് നീങ്ങിയ NSS സെക്രട്ടറി ജി സുകുമാരൻ നായരെ കാത്തിരിക്കുന്നത് കോടതിയും നിയമയുദ്ധവും. മുതിർന്ന അഡ്വക്കേറ്റ് കൃഷ്ണരാജ് നിയമയുദ്ധത്തിന് ഒരുങ്ങി. അഡ്വക്കേറ്റ് കൃഷ്ണരാജ് എഴുതിയത് ഇങ്ങനെ: ഞാൻ എന്റെ ദൗത്യം ആരംഭിക്കുകയാണ്. ഞാൻ അങ്ങയ്ക്കും അങ്ങയുടെ മരുമകനും കോടതിയിൽ എല്ലാ ഭാവുകങ്ങളും നേരുന്നു. അഡ്വക്കേറ്റ് കൃഷ്ണരാജിന്റെ കോടതിയിൽ കാണാം എന്ന പരാമർശം ഇപ്പോൾ സുകുമാരൻ നായരുടെ ഉള്ളിൽ ഇടുത്തിയാകും. നായർ സർവീസ് സൊസൈറ്റിയുടെ സെക്രട്ടറി ജി സുകുമാരൻ നായരുമായി പോർമുഖം തുറന്ന് സംഘപരിവാർ. ശബരിമലയിൽ ആചാര സംരക്ഷണത്തിനായുള്ള പോരാട്ടങ്ങളെ ഒറ്റുകൊടുത്ത് പിണറായി സർക്കാരിനൊപ്പം ചേർന്നു എന്ന കുറ്റാരോപണം തന്നെ കാരണം. നിയമ പോരാട്ടമാണ് വരാൻ പോകുന്നത്. CPM-നോട് NSS ഒട്ടിയാൽ കോൺഗ്രസ് പൊറുക്കുമായിരിക്കും. കാരണം അത് പോയ കോടാലി. എന്നാൽ BJP അടങ്ങിയിരിക്കില്ല. കാരണം ഇന്ത്യ ഭരിക്കുന്നതും കേന്ദ്ര ഏജൻസികളും എല്ലാം അവർക്കുണ്ട്. സുകുമാരൻ നായരുടെ മരുമകൻ വ്യാജ ബിരുദം ഉപയോഗിച്ച് ധനലക്ഷ്മി ബാങ്കിൽ ജോലി സമ്പാദിച്ച കേസാണ് ഇവിടെ നിയമപ്രശ്നം ആകുകയത്രേ. രാജീവ് ചന്ദ്രശേഖറുടെ വലം കൈയായ പ്രതീഷ് അഡ്വക്കേറ്റ് വിശ്വനാഥ് അഡ്വക്കേറ്റ് കൃഷ്ണരാജിന്റെ ജൂനിയറാണ്. അപ്പോൾ പണി വന്ന വഴി രാജീവ് ചന്ദ്രശേഖറുടെ മാസ്റ്റർ സ്ട്രോക്ക് എന്നുറപ്പിക്കാം. ഇനി വിഷയത്തിലേക്ക് വന്നാൽ, അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ജി സുകുമാരൻ നായർക്കെതിരെ ഉയർത്തിയ വലിയ ആരോപണമാണ് അദ്ദേഹത്തിന്റെ മരുമകൻ വ്യാജമായ ബിരുദം ഉപയോഗിച്ച് ധനലക്ഷ്മി ബാങ്കിൽ ജോലി സമ്പാദിച്ചത്. ഇത് ഒരുപക്ഷെ ഇപ്പോഴും ആരോപണം മാത്രമാകാം, തെളിവുകൾ വന്നിട്ടില്ല. അതിനാൽ ഇതിന്റെ സൂക്ഷ്മതയും കൃത്യതയും കർമാനുസിന് പരിശോധിക്കാൻ ആയിട്ടില്ല.